نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അവൻ നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു അതവൻ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് താനും. അല്ലാഹു തആല പറയുന്നു, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈമാനിലേക്ക് വഴി നടത്തി നിങ്ങൾക്ക് വിശ്വാസം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി എന്നുള്ളത് അവൻ നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് നോക്കണം. നാം ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. കോടാനുകോടി ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ എത്ര ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും അവന്റെ ദീൻ അത് സ്വീകരിക്കാനും ആ ദീനിൽ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുള്ളത്? ഇത് തന്നെ നമുക്ക് അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കാൻ മതിയായതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളൊരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകാൻ പാടില്ല. നമുക്ക് ക്ഷീണമോ പ്രയാസമോ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമാക്കി ജനിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമാക്കി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾക്ക് പോലും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് നമുക്ക് മുസ്ലിമാകുക എന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് ചെയ്തു നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരുന്നില്ല, അവർക്ക് മുസ്ലിമാകാൻ സാധിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കാരണം സമൂഹത്തിൽ ചിലരെങ്കിലും ധരിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ്. അതിന് മറുത്തു വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തോടുള്ള അദബുകേടാണ്, മര്യാദകേടാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾക്ക് മുസ്ലിമീങ്ങളാകാൻ സാധിച്ചിട്ടില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ചെറിയൊരു കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് തുടങ്ങുന്നത്. ഒരു വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, എന്റെ ഉപ്പ അദ്ദേഹം സ്വർഗത്തിലാണോ അല്ല നരകത്തിലാണോ? ജാഹിലിയത്തിൽ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നിന്റെ ഉപ്പ നരകത്തിലാണ് എന്നുള്ളത്. ആ വ്യക്തിക്ക് വല്ലാത്ത പ്രയാസമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെയും നിന്റെയും ഉപ്പ
നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്റ ഉമ്മി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി. ഫബക വബക മൻ ഹൗല, അവിടുന്ന് കരയുകയും ചുറ്റുമുള്ള ആളുകളെയൊക്കെ കരയിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഅ്സൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹാ വലം യുഅ്സൻ ലി. എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ, പാപമോചനം തേടാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിച്ചു. റബ്ബ് എനിക്ക് അനുമതി നൽകിയിട്ടില്ല, റബ്ബ് അനുമതി കൊടുത്തിട്ടില്ല, മുസ്ലിം ആയിരുന്നില്ലല്ലോ. വസ്തഅ്സൻതുഹു ഫി അൻ അസൂറ ഖബ്രിഹാ, അവരുടെ ഖബറൊന്ന് സന്ദർശിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. ഫഅദിന ലി, അള്ളാഹു എനിക്ക് അങ്ങനെ അനുമതി നൽകി എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബൂ താലിബ്, അവിടുത്തെ ഉപ്പയുടെ സഹോദരൻ അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സഹാബികൾക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത അത്രയും സേവനങ്ങൾ നൽകാൻ അബൂ താലിബിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട ഒരുപാട് സേവനങ്ങൾ നടത്താൻ അബൂ താലിബിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു ലമ്മ ഹദറത് അബൂ താലിബിനിൽ വഫാത്ത് ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് ഇങ്ങനെ മരണാസന്നതയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടേക്ക് സന്ദർശിക്കുകയുണ്ടായി. ഫവജദ ഇൻദഹു അബൂ ജഹൽ ഇബ്നു ഹിഷാം വ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ ഇബ്നുൽ മുഗീറ. അവിടെ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് അബൂ ജഹലാണ്, രണ്ടാമത്തത് അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങൾ, അവിടെ രണ്ടാളുകൾ അബൂ താലിബിന്റെ അടുക്കലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ഉപ്പയുടെ സഹോദര, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, താങ്കൾ ഇത് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഈ കാര്യം പറഞ്ഞിട്ട് താങ്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറയുകയാണ്. അപ്പോഴത് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ, അബൂ ജഹലും അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയും, രണ്ടുപേരും പറഞ്ഞു, യാ അബാ താലിബ് തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, താങ്കളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്നും താങ്കൾ വിട്ടുപോകുകയാണോ, അത് ഒഴിവാക്കുകയാണോ എന്നവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയുണ്ടായി. അവസാനം അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ആ ഷിർക്കിന്റെയും കുഫറിന്റെയും മതത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു, അല്ലാഹു എന്നെ വിരോധിക്കാത്തിടത്തോളം കാലം ഞാനിത് അബൂ താലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും, പാപമോചനം തേടുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു, അല്ലാഹുവിന്റെ നബിക്കോ മുഅ്മിനീങ്ങൾക്കോ പാടുള്ളതല്ല അയസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീന വലൗ കാനു ഉലി ഖുർബ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല. അതവർ ഉറ്റ ബന്ധുവാണെങ്കിലും ഏറെ അടുപ്പമുള്ള കുടുംബക്കാരനാണെങ്കിലും മുശ്രിക്കീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അല്ലാഹു അവർ നരകക്കാരനാണ് നിങ്ങൾക്കെന്ന് വ്യക്തമാക്കി നൽകിയിരിക്കെ നിങ്ങൾ അങ്ങനെ തേടാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. വീണ്ടും ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത്, ഓ നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഒന്നും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ ആയത്തിറക്കുകയാണ്. ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അബൂ താലിബിന് പോലും ലഭിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചവന് പോലും ലഭിക്കാത്ത അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും ഒരു ക്ഷീണവും പ്രയാസവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിനെ നമ്മൾ കൃത്യമായി സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ദീൻ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നതിനെ തൊട്ട് നമ്മൾ കൃത്യമായി സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഈ ദീൻ നമ്മിൽ നിന്നും പോയേക്കാം. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് സഹോദരങ്ങൾ ഈ ദീൻ നമ്മിൽ നിന്നും ഇല്ലാതായി പോയേക്കാം. നമ്മൾ തെറ്റായി വിശ്വസിക്കുന്ന നമ്മുടെ ഖൽബിന്റെ ഉള്ളകങ്ങളിലുള്ള ഒരു വിശ്വാസം കൊണ്ട് സഹോദരങ്ങളെ ഈ ദീൻ നമുക്ക് നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് ഈ കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയണം, ഇസ്ലാമിന് ശേഷം
കുഫറുണ്ട്. മുസ്ലിം ആയതിനു ശേഷം ഒരാൾ കാഫിറാകാനുള്ള സാധ്യതയുണ്ട്, അവൻ കാഫിറായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, വകഫറൂ ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇതാ കാഫിറായിട്ടുണ്ട്. അറിയേണ്ട കാര്യമാണ്. ചിലർ അത് വിശ്വസിക്കാറില്ല. ചിലർ ആ വിശ്വാസം പാലിക്കാത്ത ആളുകളാണ്. അവർ വിചാരിക്കുന്നത് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് കാഫിറായി തീരുകയില്ല എന്നാണ്. അള്ളാഹു പറയുന്നത് നോക്കൂ, വകഫറൂ ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കാഫിറായി തീർന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇനി ഒഴിവ് കഴിവ് പറയേണ്ടതില്ല. നിങ്ങൾ ഇതാ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷവും നിങ്ങൾ കാഫിറായി തീർന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയുക, മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് തന്നെ, മുസ്ലിമായി ജനിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിമായി മരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മുസ്ലിമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു നമ്മെ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുസ്ലിമായി മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ അനവധിയുണ്ട് എന്നവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അവരിൽ ചിലർ 600ഓളം കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതിൽ പ്രധാനമായും 3 കാര്യങ്ങളിലൂടെയാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുക. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമ്മൾ അധ്വാനമില്ലാതെ, ഇരുന്ന ഇരിപ്പിൽ തന്നെയുള്ള ഒരധ്വാനവുമില്ലാതെ, എല്ലില്ലാത്ത ഈ ഇറച്ചി കഷ്ണം കൊണ്ട്, നാവ് കൊണ്ട് സംസാരിച്ചാൽ ആ സംസാരം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ നിന്നും ഒരാൾ പുറത്തു പോകാൻ മതിയായതാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ദീനിനെ ഒരാൾ ആക്ഷേപിക്കുക എന്നുള്ളത്. ദീനിനെ ഒരാൾ ആക്ഷേപിക്കുക, ദീനിനെ ചീത്ത പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ചീത്ത പറയുക എന്നുള്ളത് മതി, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് മതിയായതാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവന്റെ ദീനിനെയോ സഹോദരങ്ങളെ ഒരാൾ പരിഹസിക്കുകയാണ് എങ്കിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് മതിയായ കാര്യമാണ്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, ദീനിന്റെ വ്യക്തമായ അടയാളങ്ങളെ കുറിച്ച്, അത് ദീനിന്റെ അടയാളങ്ങളാണെന്ന് ഒരാൾക്ക് മനസ്സിലായതിനു ശേഷവും അയാൾ അത് പരിഹസിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു, അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് പലരും വിവരമില്ലാതെ ഈ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ താടിയെ വിമർശിച്ചുകൊണ്ട്, താടിയെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കുകയാണ്. ഈ താടിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, മോശമായ കാര്യങ്ങളിൽ അവൻ സംസാരിക്കുകയാണ്. സ്ത്രീകൾ ഇസ്ലാമിക വേഷം ഹിജാബോടുകൂടി നടക്കുന്ന സമയത്ത് ആ സ്ത്രീയെ പരിഹസിക്കുകയാണ്. അവൻ മനസ്സിലാകുന്നില്ല ഇത് ദീനിന്റെ ചിഹ്നമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദീനിന്റെ ചിഹ്നമാണിത്. ഒരു മുസ്ലിമായ പുരുഷന്റെ താടിയാകട്ടെ, ഒരു സ്ത്രീയുടെ ഹിജാബാകട്ടെ, ഇത് ദീനിന്റെ ചിഹ്നമാണ് സഹോദരങ്ങളെ. അതൊരു സുന്നത്തായ കാര്യമാണെങ്കിൽ പോലും അത് ദീനിലുള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരാൾ അതിനെ പരിഹസിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മതിയായ കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയില്ലേ? മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ, അവർ മുനാഫിക്കുകളായിരുന്നു. അവർ മുനാഫിക്കുകളാകാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് സഹോദരങ്ങളെ. അവരിൽപ്പെട്ട ചില ആളുകൾ അവർ സഹാബികളോട് പറഞ്ഞു, അവർ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളെപ്പോലെ തീറ്റക്കൊതിയന്മാരായ, നിങ്ങളെപ്പോലെ ഭീരുക്കളായ, ശത്രുക്കളെ കണ്ടാൽ പേടിച്ചോടുന്ന ഒരുത്തരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. ആരാണ് നിങ്ങളിൽ ഉൾപ്പെട്ടത്? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഉൾപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ പരിഹസിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ സഹാബി ഇയാളുടെ വർത്താനം കേട്ടപ്പോൾ സഹാബിക്ക് മനസ്സിലായി ഇയാളൊരു മുനാഫിക്കാണെന്നുള്ളത്. ഞാൻ നിന്നെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിക്കുമെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഓടുകയാണ്. അല്ലാഹു തആല സഹാബി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്തിറക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന ആളുകൾ എന്തെല്ലാം ന്യായങ്ങൾ നബിയെ താങ്കളോട് പറയും, അതെന്തു പറഞ്ഞാലും അവർ കാഫിറായിട്ടുണ്ട് എന്ന് താങ്കൾ മറുപടി പറഞ്ഞേക്കുക എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. എന്താണ് ആയത്ത്? വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ചത് എന്ന കാര്യമൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ അങ്ങനെ വെറുതെ സമയം പോക്കാൻ, കളിതമാശക്ക് വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല. ഈ പരിഹാസവും ഈ ആക്ഷേപങ്ങളൊക്കെ നമ്മൾ സമയം പോക്കാൻ വേണ്ടി, യാത്രയുടെ ക്ഷീണമൊക്കെ ഇല്ലേ, ആ യാത്രയുടെ ക്ഷീണം മുറിച്ചു കിടക്കാൻ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ അവർ പറയും. അല്ലാഹു തആല പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഖുൽ, നബി അവരോട് പറയുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിനക്ക് അള്ളാഹുവിന്റെ ആയത്തുകളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയുമാണ് നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്.
ലാ തഅ്തദിറു, നിങ്ങൾ അങ്ങനെയുള്ള ഒഴിവ് കഴിവൊന്നിന് പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇതാ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ കാഫിറായി തീർന്നിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന സഹോദരങ്ങളെ വിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാവ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് നമ്മുടെ ദീനിൽ നിന്നും പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാഹ്. അല്ലാഹുവിന് വെറുപ്പുണ്ടാകുന്ന ഒരു വാക്ക്, ഒരുപാട് സംസാരിച്ചു എന്നല്ല, അല്ലാഹുവിന് വെറുപ്പുണ്ടാകുന്ന ഒരു സംസാരം ഇതാ ഒരാൾ പറയും, അങ്ങനെ ഒരു വാക്ക് പറയും, ലാ യുൽഖി ലഹാ ബാല, അവൻ അതിനെ ഗൗനിച്ചുകൊണ്ടൊന്നും പറയുന്നതല്ല, അതിന്റെ സീരിയസ്നെസ് ഒന്നും കൊണ്ട് അതൊന്നും മനസ്സിലാക്കി പറഞ്ഞതല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഹ്വി ബിഹാ ഫി ജഹന്നം, ആ വാക്ക് അവനെ നരകത്തിന്റെ ആഴത്തട്ടിലേക്ക് പതിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവ് അത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിസ്സാരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മറ്റു മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ജനങ്ങളെ രസിപ്പിക്കുന്നതിന് വേണ്ടി, ചിരിപ്പിക്കുന്നതിന് വേണ്ടി ദീനിന്റെ ചിഹ്നങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീനിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് ഹറാമാണല്ലേ, അത് ഹലാലാണല്ലേ, അങ്ങനെയൊക്കെ ഹറാമും ഹലാമും എന്നൊക്കെ അല്ലാഹു തആലയുടെ വളരെ പവിത്രമായ ദീനിന്റെ കൽപ്പനകളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അങ്ങനെ മുസ്ലിമീങ്ങളെയും ദീനിനെയൊക്കെ പരിഹസിക്കുന്നത് മുസ്ലിം പേരുള്ള മക്കളാണ്. സഹോദരങ്ങളെ, അവർക്ക് അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഇത് മുഖേന നീ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണമാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുക വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നാവ് കൊണ്ട് ദീനിൽ നിന്നും പുറത്തു പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കേണ്ടതിന് പകരം അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്. യാ അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചവനാണെങ്കിലും ശരി, ഔലിയാക്കളെ വിളിച്ചവനാണെങ്കിലും ശരി, സാലിഹീങ്ങളെ വിളിച്ചവനാണെങ്കിലും ശരി, അല്ലാഹു അല്ലാത്ത ആരെയും നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ഇത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കേണ്ട, സഹായം തേടേണ്ട കാര്യം അല്ലാഹു അല്ലാത്തവനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ യാതൊരു സ്ഥാനവും അവർക്ക് ദീനുൽ ഇസ്ലാമിലില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ധാരാളം തെളിവുകൾ അല്ലാഹു തആല ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അത്? നാവ് കൊണ്ടുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തിയെന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം അതിൽപ്പെട്ടതാണ് ഖബറിൽ കിടക്കുന്നവന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഖബറിൽ കിടക്കുന്നവന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനെയുള്ള അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട സുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള ആളുകൾക്ക് നൽകുക എന്നുള്ളത് ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് സഹോദരങ്ങളെ ദീനിൽ നിന്നും പുറത്തു പോകുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ സഹോദരങ്ങളെ, ചില സാഹിറുകൾ ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ മുസ്ഹഫിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്, അതിനെയൊക്കെ അവമതിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കുക, അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിന്റെ പവിത്രത കൽപ്പിക്കാതെ അതിനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുക, ഇതൊക്കെ കുഫ്റൻ പ്രവൃത്തികളാണ്. ധാരാളക്കണക്കിന് പ്രവൃത്തികൾ സഹോദരങ്ങളെ ഉണ്ട്. അതുപോലെ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. നിസ്കാരം, 5 നേരത്തെ നിസ്കാരം അത് ഉപേക്ഷിക്കുക എന്നുള്ളത്, അത് മനഃപൂർവ്വമാകട്ടെ, അതല്ല മടിയന്മാരായിക്കൊണ്ടാകട്ടെ, അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങൾ അവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജുലി വശിർകി വൽ കുഫ്രി തർക്കു സ്വലാഹ്, ഒരുവന്റെയും ഷിർക്കിന്റെയും കുഫ്റിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിസ്കാരം ആരാണോ അത് പുലർത്തിപ്പോരുന്നത് അവൻ മുസ്ലിമാണ്. നിസ്കാരം അത് സംരക്ഷിക്കാത്തവൻ, നിസ്കരിക്കാത്തവൻ അവൻ കാഫിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അത് തെറ്റായി പോയാലും ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അതൊരു പക്ഷെ ഒരാൾ കേൾക്കുകയില്ല, ഒരാൾ കാണുകയില്ല. നമ്മുടെ ഖൽബിന്റെ അകത്തുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ഖുർആൻ കൽപ്പിക്കാത്ത വിശ്വാസമാണ് എങ്കിൽ സഹോദരങ്ങൾ അത് ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചിലതാണ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഗൈബ് അറിയും,
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, സാലിഹീങ്ങൾക്ക് ഗൈബ് അറിയും. എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ള മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാർക്കുണ്ട്, സാഹിറന്മാർക്കുണ്ട്, മാരണക്കാർക്കുണ്ട്. ഇങ്ങനെയെല്ലാം വിശ്വസിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് യാതൊരു സ്ഥാനവുമില്ല, ഹദീസുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല, തെളിവിനായി അത് ഉപയോഗിക്കേണ്ടതില്ല, ഖുർആൻ തന്നെ മതിയായതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഖുർആനിസ്റ്റുകൾ, അഹ്ലുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ വന്നിരുന്ന ആളുകളുണ്ട്. അതും സഹോദരങ്ങളെ ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. ഒരാൾ വിശ്വസിക്കുകയാണ് ഖുർആനിന്റെ ആവശ്യമില്ല, ഹദീസുകളുടെ ആവശ്യമില്ല, ഖുർആൻ തന്നെ മതി ജീവിക്കാൻ, ഖുർആൻ തന്നെ മതിയായതാണ്. അങ്ങനെ ഹദീസുകളെ നിഷേധിക്കുന്നവൻ സഹോദരങ്ങളെ ദീനിൽ നിന്നും പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ലിബറലിസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതൊക്കെ ആ കാലഘട്ടത്തിലേക്കുള്ളതാണ്. മറിച്ച് ഈ കാലഘട്ടത്തിൽ എന്റെ ലിബറൽ ചിന്തകൾക്കാണ് വിലയുള്ളത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആണും പെണ്ണും എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാം. അവൾ ഹിജാബ് ധരിക്കുന്നതില്ല എന്നുള്ളത് ഒരു ഹറാമായ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഹിജാബ് ഒന്നും ധരിക്കേണ്ടതില്ല. എന്റെ ചിന്തകൾക്കും എന്റെ ഈ കാലഘട്ടത്തിനും അനുസരിച്ച് ഇതൊന്നും ശരിയാവുകയില്ല. ഈ ദീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഈ ദീൻ അതൊന്നും ഈ കാലഘട്ടത്തിൽ യോജിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനൊരാൾ തള്ളിമാറ്റുകയാണ് എങ്കിൽ, അത് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, അങ്ങനെ അവന് തോന്നുന്ന മേഖലകളിൽ ദീനുൽ ഇസ്ലാമും തോന്നുന്ന മേഖലകളിൽ അവൻ ഇതൊന്നും ദീനിനിവിടെ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് എങ്കിൽ സഹോദരങ്ങളെ ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അവൻ കേവലം ഒരു ഹറാമ് പ്രവർത്തിക്കുകയല്ല, മറിച്ച് അവന് സ്വാതന്ത്ര്യമുണ്ട്. ദീനുൽ ഇസ്ലാമിന് അവന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാരണങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആരെങ്കിലും വിശ്വസിക്കുകയാണ് ഈ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതു മതം സ്വീകരിച്ചാലും ശരി ഇതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് എന്ന വിശ്വാസം, സർവമത സത്യവാദം അത് വിശ്വസിക്കുന്നവൻ അവൻ യാതൊരു സ്ഥാനവും ദീനുൽ ഇസ്ലാമിലില്ല. അവൻ ഇസ്ലാമിൽ തുടരുന്നവനാണെങ്കിലും ശരി, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, അവൻ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവനാണെങ്കിലും ശരി, കഅബയിൽ അവൻ വർഷാവർഷം പോയി ഹജ്ജ് ചെയ്യുന്നവനാണെങ്കിലും ശരി, അവൻ വിശ്വസിക്കുന്നു ഏത് ദീൻ സ്വീകരിച്ചാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ദീൻ, നിങ്ങൾ നിങ്ങളുടെ ദീൻ, എല്ലാ ദീനും അള്ളാഹുവിന്റെ അടുക്കൽ അത് അള്ളാഹു സ്വീകരിക്കും എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത് അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിലുള്ള വലിയ അപാകതയാണ്. ദീനിൽ നിന്നും ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു താല പറഞ്ഞല്ലോ, അള്ളാഹു താല പറഞ്ഞു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനല്ലാത്ത, ഇസ്ലാമല്ലാത്തത് കാംക്ഷിക്കുകയാണ് എങ്കിൽ, അത് സ്വീകരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, ആഖിറത്തിൽ നഷ്ടം പറ്റിയ നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസത്തിൽ പെട്ടതാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഒരാൾ ഹലാലാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളത്. അള്ളാഹു മദ്യത്തെ ഹറാമാക്കി, ഇവൻ പറയുകയാണ് ഇല്ല മദ്യം ഹലാലാണ്. ഖുർആനിൽ അത് ഹറാമാക്കിയാലും ശരി മദ്യം ആവശ്യമുള്ള കാര്യമാണ്, അതിൽ ഉപകാരമുണ്ട്, അത് ഹലാലാണെന്ന് പറഞ്ഞ് അതിനെ പറയുകയാണ്. അവൻ കേവലം കള്ളു കുടിക്കുകയല്ല, മറിച്ച് അതിനെ ഹലാലാക്കുകയാണ്, അത് അനുവദനീയമായി പ്രഖ്യാപിക്കുകയാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അത് ഏതേത് ഹറാമുകളാകട്ടെ അവൻ അതിനെ ഹലാലാക്കുന്ന പരിപാടി അവൻ ചെയ്യുകയാണ് എങ്കിൽ, പലിശയൊക്കെ അതങ്ങനെ ഖുർആനിൽ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല, ഹദീസിൽ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പലിശയൊക്കെ എടുത്താലേ കച്ചവടമൊക്കെ നടക്കുകയുള്ളൂ, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പലിശ ഹലാൽ എന്നൊരുവൻ വാദിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ്, വിശ്വാസമാണ് അവന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം എണ്ണി പറയുക എന്നുള്ളത് 1-2 ഖുതുബകളിലൊന്നും തീരുന്ന കാര്യമല്ല, മറിച്ച് സഹോദരങ്ങളെ പറയുവാൻ ഉദ്ദേശിച്ചത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ചിലത് നമ്മുടെ നാവിൽ നിന്നും സംഭവിക്കുന്നതാണ്, ചിലത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും സംഭവിക്കുന്നതാണ്, നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്നും സംഭവിക്കുന്നതും അതിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദീൻ അത് മുറുകെ പിടിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദീൻ മുറുകെ പിടിക്കുക. അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹം അതിനെ പാഴാക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഅൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി ബിറഹ്മതിഹി ഇഹ്തദൽ മുഹ്തദൂൻ വബിഅദ്ലിഹി വഹിക്മതിഹി ളല്ലൽ ളാലൂൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആ അനുഗ്രഹം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സഹോദരങ്ങളെ ഇതിൽ പെട്ടുപോകാതെ ഈ ദീനുൽ ഇസ്ലാം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുസ്ലിമീങ്ങളായി മരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ തൗഫീഖ് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അപാരമായ ഔദാര്യം നമ്മൾ വർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, സ്വീകരിക്കേണ്ട കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് സഹോദരങ്ങളെ ദീനിയായ വിജ്ഞാനം പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീന് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ പല കാര്യങ്ങളും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളും മുസ്ലിമീങ്ങളിൽ പലർക്കും അറിയുകയില്ല. അവർ ആ വിജ്ഞാനം പഠിക്കേണ്ട കാര്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ വിശ്വാസ കാര്യമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു എന്നെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് പടച്ചത്? ആ കാര്യം അവൻ മനസ്സിലാക്കുക. അള്ളാഹു അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു താല പടച്ചിട്ടുള്ളത്. എങ്കിൽ ആ ഇബാദത്താകാൻ, അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് ഇബാദത്താകാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്? അറിയാത്ത എത്രയോ മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. അവർക്ക് തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, ശിർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, ശിർക്കിന്റെ ഇനങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുള്ള കാര്യം അറിയാത്ത ആളുകൾ, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് അറിയാത്ത ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തൗഹീദും ശിർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് ഏറെ ഉപകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. സഹോദരങ്ങളെ, മുഴുവൻ മുസ്ലിമീങ്ങളും വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതിൽ ഒരു പണ്ഡിതന്റെ അഭിപ്രായങ്ങളല്ല അദ്ദേഹം അതിൽ കുറിച്ചിരിക്കുന്നത്, മറിച്ച് ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മാത്രമാണ്. തൗഹീദ് അറിയാത്തവനും അറിയുന്നവനും എല്ലാവരും പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണത്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള കാര്യം നമ്മൾ പഠിക്കാറുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദീൻ മുറുകെ പിടിക്കുന്നതിന് ഈ ദീൻ പഠിക്കേണ്ടതുണ്ട് എന്ന കാര്യമെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരങ്ങൾ, ദീൻ പഠിക്കേണ്ട കാര്യമാണ്, നമുക്ക് നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കൽ ഓരോ മുസ്ലിമിനും, ഓരോ ആൾക്കും അത് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നിർബന്ധമായ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് നിർബന്ധമായ കർമ്മങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഓരോരുത്തർക്കും നിർബന്ധമാണ്. പള്ളിയിൽ ഇമാമിന് മാത്രം പറഞ്ഞതല്ല, പള്ളിയിൽ ഉസ്താദിന് മാത്രം പറഞ്ഞതല്ല. ദീനിനെ കുറിച്ച് നിർബന്ധമായ ഓരോ കാര്യങ്ങളും അത് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. ദീനിന്റെ നിർബന്ധ കാര്യങ്ങൾ പഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ തിരക്കേറിയ സമയങ്ങളിൽ അങ്ങനെ ദീൻ പഠിക്കാനുള്ളൊരു സമയം നമ്മൾ മാറ്റിവെക്കണമെന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ആവർത്തിച്ച് ദുആ ചെയ്യുക, ആവർത്തിച്ച് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഖൽബിനെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അള്ളാഹുവെ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങൾ ആ ദീനിൽ നിന്നും തെറ്റിച്ചു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അള്ളാഹു, നീയാണ് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്, അതിനുശേഷം ഈ ദീനിൽ നിന്നും തെറ്റിച്ചു പോകുന്ന കാര്യങ്ങൾ റബ്ബേ അതിലേക്ക് ഞങ്ങൾ വീഴ്ത്തരുതേ, തെറ്റിച്ചു കളയരുതേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ദിവസവും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ആളുകളാണ്. 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായി നമ്മൾ 17 റക്അത്തുകളിലായി 5 നേരത്തെ നിസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏക പ്രാർത്ഥന എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിനോട് ആവർത്തിച്ച് എന്തിനീ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടു? എന്തിന് അല്ലാഹു അത് നിർബന്ധമാക്കി? കാരണം ഈ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, അത് അങ്ങേയറ്റം പ്രയാസമുണ്ട്. അതിന് റബ്ബിനോടുള്ള സഹായം ചോദിക്കലാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എൻ്റെ റബ്ബേ, ഈ സിറാത്തൽ മുസ്തഖീമിൽ നേരായ മാർഗത്തിൽ
എൻ്റെ റബ്ബേ നീ എന്നെ അടിയുറപ്പിച്ച് നിർത്തണം, എന്നെ വഴി നടത്തണം എന്ന് റബ്ബിനോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ അത് ചിന്തിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ. ഇതാണ് ഓരോ ഖുത്ബകളിൽ നിങ്ങൾ കേൾക്കുന്നത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല ആയിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്ന ആ ഒരു കാര്യം നിങ്ങൾ ഓരോ ഖുത്ബകളിലും കേൾക്കുന്നുണ്ട്. അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ബിദ്അത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗത്തെ പിൻപറ്റാതെ പിൽക്കാലത്ത് ഏതെങ്കിലും മനുഷ്യർ കൊണ്ടുവന്ന നിയമങ്ങൾ അനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള രീതി, ബിദ്അത്തുകൾ അത് കുഫറിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളാണെന്ന് പണ്ഡിതന്മാർ താക്കീത് ചെയ്ത് കാണാൻ സാധിക്കും. എത്ര സംഭവങ്ങൾ മുൻകാലത്ത് സൂഫിയാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാനാണ്, ദിക്ർ ചെയ്യാനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞ് ഗുഹാമുഖങ്ങളിലും മറ്റുമൊക്കെ താമസിച്ചു കഴിഞ്ഞ ആളുകൾ അവരാദ്യം നല്ല നല്ല ദിക്റുകൾ കൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. ഇന്ന് സൂഫിയാക്കൾ എവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി. പല രൂപത്തിലുള്ള കുഫ്രൻ വാദങ്ങളിലേക്ക്, അദ്വൈതവാദങ്ങളിലേക്ക് ഈ സൂഫിയാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. ബിദ്അത്തുകൾ കുഫ്റിലേക്കാണ് സഹോദരങ്ങൾ എത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്ന പേരിൽ മൗലിദുകൾ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആരംഭിച്ചു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നത് മാത്രം കൊണ്ട് തുടങ്ങിയ ആളുകൾ പിന്നീട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്നത് കാണുന്നു. ബിദ്അത്തുകൾ കുഫ്റിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാനാണെന്ന് പറഞ്ഞ് മജ്ലിസുകൾ ആരംഭിച്ച ആളുകൾ, സ്വലാത്ത് നഗറുകൾ ആരംഭിച്ച ആളുകൾ, ആ സ്വലാത്ത് നഗറുകളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന, തങ്ങളെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന കുഫ്രൻ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നത് ഇത്തരം ബിദ്അത്തുകൾ ഷിർക്കിലേക്ക് എത്തിക്കുന്നു എന്നുള്ള തെളിവിൽപ്പെട്ടതാണ്. സ്വാലിഹീങ്ങളായ ആളുകളെ തബറുക്കെടുക്കുക, ബറക്കത്തെടുക്കുക എന്ന പേരിൽ അവരെ തൊട്ടുമുത്തലും അവരുടെ ഖബറിന് തൊട്ടുമുത്തലും ഒക്കെ ആരംഭിച്ചുകൊണ്ട് അങ്ങനെയുള്ള ബിദ്അത്തുകൾ ആരംഭിച്ചുകൊണ്ട് പിന്നീട് ആ ഖബറിലുള്ള ആളുകളോട് തന്നെ പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന അവസ്ഥയും സഹോദരങ്ങളെ ബിദ്അത്തുകൾ ശിർക്കിലേക്ക് എത്തിച്ചു എന്നതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബകളിൽ നിന്നും ആവർത്തിച്ച് താക്കീത് ചെയ്ത കാര്യമാണ്, പുതുതായി ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, അതിൽ നന്മയായി ഒന്നുമില്ല. നന്മയുള്ള കാര്യം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ മാത്രമാണ്. പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ളലാലത്താണ്, വഴികേടുകളാണ്. ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണെന്ന് ആവർത്തിച്ച് അവിടുന്ന് താക്കീത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുവഹിദായി മുസ്ലിമായി ഈ ലോകത്തു നിന്നും വിട പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്നും പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഫിലിസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു തആല ശുഹദാക്കളുടെ പദവി അലങ്കരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحجات. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ويا مسرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.